ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു അറബിക് സ്റ്റൈൽ അടിപൊളി മജ്ബൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒരു 4-5 പേർക്ക് വളരെ ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് ഞാൻ പറയുന്നത്. വലിയ ഉള്ളി 2 എണ്ണം അരിഞ്ഞത്, 2 വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത്, 3 പച്ചമുളക് കീറിയത്, പിന്നെ ഉണക്ക നാരങ്ങ വേണം ഒരു 3 എണ്ണം, സ്പൈസസ് ഏലക്കായ, കുരുമുളക്, കറുവപ്പട്ട, കറാമ്പൂ, മാഗി ക്യൂബ് 2 എണ്ണം, പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറബിക് മസാല കുറച്ച്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ടൊമാറ്റോ സോസ്. ഇതിനു വേണ്ട അരി നമ്മൾ നേരത്തെ കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ബസുമതി റൈസ് ആണെങ്കിലും ഒന്നും കൂടെ നന്നാവും. ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി ഇട്ടാൽ 4-5 പേർക്ക് കഴിക്കാനുണ്ടാവും. പിന്നെ ഒരു 1.5 കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ തൊലി കളയാതെ ഇതേപോലെ പീസാക്കി കട്ട് ചെയ്തത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അടിഭാഗം കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വലിയ ഉള്ളി ഇട്ട് നല്ലവണ്ണം വഴറ്റുക. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. വലിയ ഉള്ളി വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക് ചേർക്കുക. 1 മിനിറ്റ് ഇളക്കിയ ശേഷം മറ്റുള്ള സ്പൈസസ്, അറബിക് മസാല, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മാഗി ക്യൂബ് എന്നിവ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയ ശേഷം ഉണക്ക ചെറുനാരങ്ങ ഇതുപോലെ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ചേർക്കാം. കൂടെ ടൊമാറ്റോ സോസും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. 2-3 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് കുറച്ചുകൂടെ ഇളക്കുക. ഏകദേശം പൊടികളൊക്കെ വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ചിക്കൻ അതിൽ വെക്കുക. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക. അപ്പോൾ ചിക്കൻ മസാലയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഇവിടെ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ അരി അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ എടുക്കണം. അവസാനം ഒരു 1/2 ഗ്ലാസ് കൂടി കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് അടച്ചു വെച്ച് ചിക്കൻ നമുക്കൊരു 8-10 മിനിറ്റ് വരെ വേവിക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ തുറന്ന് ചിക്കൻ കഷ്ണങ്ങൾ അതിൽ നിന്നും എടുത്ത് വേറെ മാറ്റി വെക്കുക. ചിക്കൻ മാറ്റിയ ശേഷം മസാല വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇടുക. ഇതിന് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക. ഈ ചിക്കൻ നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് അറബിക് മസാലയും കുറച്ച് ഉപ്പും ചേർത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ നീരും ചേർക്കുക. നമ്മുടെ ചോറിലെ വെള്ളം വറ്റി തുടങ്ങി. ചോറ് വേവാകുമ്പോഴേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ചിക്കൻ നമുക്ക് 2 രീതിയിൽ ഡ്രൈ ഫ്രൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പരന്ന ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് വളരെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. മറ്റേ രീതി നമ്മൾ ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതും ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ
ഒരു മീഡിയം തീയിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി അടച്ച് വെക്കാം. ഫ്രൈ ആക്കുന്ന ചിക്കൻ പീസുകളെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗ്രില്ല് ചെയ്യുന്ന പരുവത്തിലാക്കി എടുക്കണം. ഇനി ഇത് ഓവനിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ആക്കാൻ കഴിയും. ഞാനിത് OTG ഓവനിലാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. പക്ഷേ OTGയിൽ കുറച്ച് സമയമെടുക്കും. നമ്മൾ ടെമ്പറേച്ചർ എന്നെല്ലാം കൂട്ടി ഇട്ട ശേഷം കുറച്ച് സമയമെടുത്ത് അത് ഗ്രില്ലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് OTGയിൽ വേവിച്ച ശേഷം ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ റെഡി ആയിട്ടുള്ള നമ്മുടെ മജ്ബൂസ് റൈസ് ഓപ്പൺ ചെയ്ത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ചിക്കൻ പീസുകളെല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ചൂടാറിയ ശേഷം വിളമ്പാം. അങ്ങനെ നമ്മുടെ അടിപൊളി മജ്ബൂസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഇത് അരി ഇളക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അരി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായി ഉള്ളിയും വിനാഗിരിയും ഉണ്ടാക്കാം. പച്ചമുളകും ഉപ്പും ചേർത്ത് ഇതേപോലെ ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി മജ്ബൂസാണ്, നല്ല ടേസ്റ്റ്. ഇത്ര സൂപ്പറായിട്ട് മജ്ബൂസ് ഞാൻ മുമ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ചിക്കൻ ഡ്രൈ ആയിട്ട് ഷാലോ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. മസാലകളൊക്കെ കറക്റ്റ് ആയി വരുമ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.